നമ്മുടെ MLA ശ്രീ PV അൻവർ കുടത്തിൽ നിന്നും തുറന്നു വിട്ടുന്ന ഭൂതം ഏതാണ്ട് വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന്റെ വ്യാപ്തി എത്രമാത്രം വരുമെന്ന് നമുക്കിപ്പോൾ ഊഹിക്കാൻ പറ്റുന്നില്ല. കാരണം ശ്രീ അൻവർ ചില്ലറക്കാരനല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അറിയപ്പെടുന്നു. അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഒരു നാടകീയതയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ശ്രീ അൻവറിന് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കൊണ്ടുവരേണ്ട ഒരു ആരോപണമാണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ അത് കൊണ്ടുവരാൻ എടുത്ത ആ മെത്തേഡ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതൊന്നും അറിയാത്തതുപോലെ മലപ്പുറം SP ഓഫീസിന്റെ കോമ്പൗണ്ടിൽ നിന്ന് മരം മുറിച്ച് കടത്തിയിട്ടുണ്ട്, അതിന്റെ കുറ്റി കാണണം എന്ന് പറഞ്ഞാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ന്യായമായിട്ടും അവിടെ അദ്ദേഹത്തിനെ തടയുക. അതിനു മുമ്പ് ശ്രീ ശശിധരനെ മലപ്പുറം SP വേദിയിൽ ഇരുത്തിക്കൊണ്ട് കുറെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് അന്ന് ആർക്കും മനസ്സിലായില്ല അതിന്റെ കാരണം എന്താണെന്ന്. യഥാർത്ഥത്തിൽ ശ്രീ ശശിധരനെ പ്രകോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അങ്ങനെ പ്രകോപിപ്പിച്ചു. അത് കഴിഞ്ഞാണ് ഈ കോമ്പൗണ്ടിൽ കയറി ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് MLA ചെല്ലുന്നത്. ന്യായമായിട്ട് നമുക്ക് ആലോചിക്കാം, ശ്രീ ശശിധരൻ അതൊരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. കാരണം MLA ഇതുപോലെ ചെയ്തപ്പോൾ ഇനി MLA ആ കോമ്പൗണ്ടിൽ കയറ്റി പരിശോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ അതിൽ നിന്ന് തടഞ്ഞു കേട്ടോ. അത് ഒരു പോലീസ് കോൺസ്റ്റബിളാണ് തടയുന്നതെന്നുണ്ടെങ്കിലും അത് SP അറിയാതെ ഒന്നും ആയിരിക്കത്തില്ലല്ലോ. ഏതായാലും തടഞ്ഞു. അപ്പൊ ഇതെന്തിനാണെന്നറിയോ? ഇത് ഈ ജനശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്നിട്ട് ഉടനെ അദ്ദേഹം ഒരു കുത്തിയിരിപ്പ് സമരം അങ്ങ് തുടങ്ങി എൻ്റെ മുമ്പിൽ. അപ്പൊ ഇത് ആദ്യം മുതൽ ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ഒരു ആരോപണം കൊണ്ടുവന്നിട്ട് ശ്രീ P ശശിയെയോ അതുവഴി മുഖ്യമന്ത്രിയോ നേരെ അങ്ങ് പറയുന്നതിന് പകരം നല്ല ഒരു അവതരണ ശൈലി എടുത്തു എന്നുള്ളതാണ്. വളരെ മിടുക്കനാണ്, അതിന് സമ്മതിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കുത്തിയിരിപ്പ് തുടങ്ങിയപ്പോൾ എല്ലാവരും അതോട്ട് ശ്രദ്ധിക്കുന്നു. അദ്ദേഹം അവിടെ വളരെ കാര്യമായിട്ട് കുറേ പ്ലക്കാർഡുകൾ അത് ഇതെല്ലാം എഴുതി വെച്ചു. കുത്തിയിരിപ്പ് അങ്ങോട്ട് തുടങ്ങി. ആ പ്ലക്കാർഡുകളിലൊക്കെ കുറേ ആരോപണങ്ങളൊക്കെ എഴുതി വെച്ചു കേട്ടോ. അത് ADGP സംബന്ധിച്ചും ഒക്കെ എഴുതി. അതിനകത്ത് ശശിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല, മുഖ്യമന്ത്രിയെ ഒന്നും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നെന്നും ഒക്കെ ഉള്ള രീതിയിൽ അങ്ങ് പോയി. യഥാർത്ഥത്തിൽ ഇത് അജിത് കുമാറിനെതിരെ ഉള്ള ഒരു ആരോപണമൊന്നും അല്ല ശ്രീ അൻവർ നടത്തുന്നത്. അത് മനസ്സിലാക്കുന്നവർക്കേ അറിയാവുള്ളൂ. കാരണം ഇത് ADGP മാത്രം അദ്ദേഹം പറയുന്നു, ADGP അങ്ങനെ ചെയ്തു, അതിനൊന്നും തെളിവില്ലാത്ത കാര്യമാണ്. 2 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചെന്നും ഏതാണ്ടൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആദ്യമൊന്നും ആർക്കും മനസ്സിലായില്ല ഇതിന്റെ ഉദ്ദേശം, പുറയിലുള്ള ഉദ്ദേശം എന്താണ്. അത് പിന്നെ അങ്ങോട്ട് കഴിയുമ്പോൾ ഓരോരോ ശബ്ദരേഖകൾ വെളിയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഇതറിയുന്നത്. സുജിത് ദാസ് നേരത്തെ ഉള്ള മലപ്പുറം SP, ഇപ്പോൾ പത്തനംതിട്ട SP ആയിട്ടിരുന്ന ആള്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫോൺ സംഭാഷണം അങ്ങോട്ട് പുറത്തു വിടുകയാണ്. ആ ഫോൺ സംഭാഷണത്തിൽ അയാൾ കുറെ കാര്യങ്ങൾ അങ്ങ് വെളിവാക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ അയാളുടെ വായിലേക്ക് ശ്രീ അൻവർ ഇട്ടു കൊടുക്കുകയാണ് ഓരോ കാര്യങ്ങൾ. എന്നിട്ട് അത് ഇങ്ങോട്ട് ഛർദ്ദിപ്പിക്കുക. ആ രീതിയിലാണ് ആ സംഭാഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടാൽ മനസ്സിലാവും ആർക്കും. അപ്പോൾ സുജിത് ദാസ് ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാല് പിടിക്കുകയാണ് അൻവറിന്റെ. അയാളെ രക്ഷിക്കണം, അയാളെ ഒരു സഹോദരനായിട്ട് കാണണം കേട്ടോ. അയാൾ എന്നും വിധേയത്വമുള്ള ആളായിരിക്കും. DGP ആവാൻ സാധ്യതയുള്ള ആളാണ്. 25 വയസ്സിൽ സർവീസ് കയറിയതാണ്. അതുകൊണ്ട് DGP ആവും. DGP ആവുന്നത് വരെയും ഇതുപോലെ വിശ്വസ്തത ഈ കൂറും ഇന്ത്യൻ ഭരണഘടനയോടല്ല, വിശ്വസ്തയും കൂറും പുലർത്തുന്നത് ശ്രീ അൻവറിനോടായിരിക്കും എന്ന് വരെ വീണ് കേണ് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ആ പരാതി പിൻവലിക്കണം, അയാൾക്കെതിരെയുള്ള കംപ്ലൈന്റ് പിൻവലിക്കണം. മരം മുറിച്ച് കടത്തി എന്നുള്ളത് ഏതാണ്ട് സമ്മതിക്കുന്നതിന് തുല്യമായിട്ട് അങ്ങ് പോവുകയാണ്. ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനാണ് അവിടെ നടത്തിയിരിക്കുന്നത്. വിലയുള്ള ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനാണ് അവിടെ നടത്തിയിരിക്കുന്നത്. കാരണം ഒരു പോലീസുകാരൻ പോലീസിൻ്റെ അടുത്തല്ല നടത്തിയേക്കുന്നത്. പോലീസിൻ്റെ അടുത്തായിരുന്നുണ്ടെങ്കിൽ അതിന് വിലയില്ല. കാരണം ഇമ്മീഡിയറ്റ് പ്രസൻസ് ഓഫ് മജിസ്ട്രേറ്റ് വേണം, നടത്തണം. ഇത് അങ്ങനല്ല, പോലീസുകാരൻ ഒരു MLA അവിടെ കൺഫെസ് ചെയ്തേക്കാണ്. അത് ക്ലീനായിട്ട് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷനാണ്. അയാൾക്കെതിരെ നടപടി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ആ കാര്യം അയാൾ മരം മുറിച്ച് കിടത്തിങ്ങി അതിന് നടപടി വേണ്ടതാണ്. അപ്പൊ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, അയാളുടെ സുപ്പീരിയർ ഓഫീസറിനെ ബിട്രേ ചെയ്യുകയാണ്. ഇയാൾ ഈ കാര്യം പിടിക്കുന്നത് കൂടാതെ അജിത് കുമാർ അങ്ങനെയാണ് ഇങ്ങനാണ്, അത് അവിടെ മാഫിയ സംഘവും അതും ഇതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണ്.
അപ്പൊ അയാള് യഥാർത്ഥ ഒരു പൊട്ടന, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യല്ല കേട്ടോ. കാരണം ഒരാള് ഇത്രയും കാര്യങ്ങൾ കൃത്യച്ച് ചോദിക്കുമ്പോൾ ഒരു പോലീസ് ബുദ്ധി, ഒരു പോലീസുകാരനായിട്ട് ഇരിക്കാൻ യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ ഒരിക്കൽ അത് മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളായിരുന്നത്. എന്നാൽ മനസ്സിലാക്കിയിട്ട് അത് അന്നേരം നോക്കണം, എടാ ഇത് എന്തോ പണി ഒപ്പിക്കുകയാണല്ലോ എന്ന് മനസ്സിലാക്കണം. അതിന് പോലും കഴിവില്ലാത്ത, തലയിലൊന്നും ഇല്ലാത്ത അയാൾ ആണ് ഇത് വിളിച്ചിങ്ങനെ പുലപ്പിക്കൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ട്. അയാൾ ചെയ്ത ഗുരുതരമായ അച്ചടങ്കലംഘനമാണ്. കാരണം അത് ഈ അയാളുടെ സുപ്പീരിയർ ഓഫീസറിനെ കുറിച്ച് പറഞ്ഞേ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, യഥാർത്ഥത്തിൽ ഇത് അജിത് കുമാറിനെതിരെയുള്ള ഒരു ആരോപണമൊന്നുമല്ല. അത് മനഃപൂർവ്വം അത് കൊണ്ടുവന്നേക്കുന്നത് ശശിയിലേക്ക് വിരൽ ചൂണ്ടാനാണ്. അത് നമുക്ക് മനസ്സിലാക്കണം. പി ശശി എന്ന് പറയുന്ന വളരെ ടൈൻറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ കേട്ടോ. കാരണം അത് അയാൾ ഇമ്മൊറാലിറ്റി അരച്ച് കലക്കി കുടിച്ച ഒരാളാണ്. അതിന് യഥാർത്ഥത്തിൽ മുമ്പ് പാർട്ടിയിൽ നിന്ന് അയാളെ ഇതിലെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ റിമൂവ് ചെയ്ത ഒരാളാണ്. അയാളെ ഉയർത്തെഴുന്നേൽപ്പാണ് പിന്നെ നമ്മൾ കാണുന്നത് പൂർവാധികം ഭംഗിയോടുകൂടി. അതായത് ഇങ്ങോട്ട് വന്നു. അതായത് ഈ ശ്രീ പിണറായി വിജയന്റെ രണ്ടാം ഊഴത്തിലാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അത് അങ്ങ് വന്ന് കൈ പിടിച്ച അയാളെ അവിടെ കൊണ്ടുവരുന്ന ഇരുത്തിയാണ്. അയാളെ സ്റ്റേറ്റ് കമ്മിറ്റിയിലാക്കുന്നു എല്ലാവരും. അപ്പം ഇതാണ് CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് നമുക്ക് അറിയാമല്ലോ. ഇതാണ് CPM കൊണ്ടുവന്നിരുത്തി. കാരണം ഇത് പാർട്ടി അല്ലല്ലോ ഈ ചെയ്യുന്നത്, മുഖ്യമന്ത്രിയല്ലേ ചെയ്യുന്നത്. അപ്പൊ പാർട്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്, ഇവിടെ വേറെ പാർട്ടിയൊന്നും ഇല്ല. അതാ കാര്യം. അപ്പൊ മുഖ്യമന്ത്രി കൊണ്ടുവന്ന് അങ്ങ് പ്രതിഷ്ഠിച്ചു ഇരുത്തി. ഇങ്ങനെ ഒരാളെ അവിടെ ഇരുത്തുമ്പോഴേ ആലോചിക്കണം. അന്ന് യഥാർത്ഥത്തിൽ ശ്രീ P ജയരാജൻ ഉണ്ടല്ലോ, പല കാര്യങ്ങളിലും നല്ല ഒരു നിലപാടെടുക്കുന്ന ഒരാളാണ്. P ജയരാജൻ ഇത് പറഞ്ഞതാണ്. ഇത് ആലോചിച്ച് വേണം ഈ അപ്പോയിന്റ്മെന്റ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും മുഖവിലേക്ക് പോലും എടുത്തിട്ടില്ല. അങ്ങനെ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചു. അപ്പൊ സംഭവം എന്താ? ഇപ്പൊ പിന്നെ നടക്കുന്ന പണി, ഇഷ്ടമുള്ള പണിയെല്ലാം നടത്തും അവിടെ ഇരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് മുഴുവൻ കയ്യിലായി. അണ്ട് അജിത് കുമാറിനൊന്നും ഈ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അജിത്ത് ഒന്നും ചെയ്യുന്നൊന്നും അല്ലത്. P ശശിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കാൻ മാർഗമല്ല. യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണെങ്കിലും യഥാർത്ഥ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ശശിയാണ്. ഇന്ന് യഥാർത്ഥ ചെറിയ ഒരു വാചകം കണ്ട് ഞാൻ ചിരിച്ചുപോയി. അതായത് ശശി മുഖ്യമന്ത്രിയാകരുത് കേട്ടോ, മുഖ്യമന്ത്രി ശശിയാകരുത് എന്ന് പറഞ്ഞു. എന്ത് രസകരമായ ഓരോ കണ്ടുപിടിച്ച ഒരു വാചകമാണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. യഥാർത്ഥ മുഖ്യമന്ത്രി ഇവിടെ ശശിയായി. കാരണം ഇത് അയാളുടെ കയ്യിലേക്ക് നിന്നു കൊടുക്കുകയാണ്. ഇങ്ങനെ കഴിവില്ലാത്ത ഒരാളാണോ നമ്മുടെ സംസ്ഥാനം ഭരിക്കേണ്ടത് മുഖ്യമന്ത്രി? ഇന്നലെ വലിയ വാചകങ്ങൾ അടിക്കുന്ന കേട്ടല്ലോ, വലിയ പഞ്ച് ഡയലോഗാണ് അങ്ങോട്ട് കാച്ചിയത് കേട്ടോ. അജിത് കുമാർ ആ വേദിയിൽ ഇരിക്കുമ്പോൾ പോലീസ് അസോസിയേഷന്റെ കേട്ടോ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്ഥാപനം, അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ളവരെ അങ്ങ് ചെയ്തുകളെയും ഇങ്ങനെ മൂക്ക് കണ്ടിച്ചുകളെയും ചെത്തുകളെയും എല്ലാം പറഞ്ഞു കേട്ടോ. ഇത് പറഞ്ഞു, അത് എല്ലാം പറഞ്ഞു. ഉടനെ എന്തോ പോലീസുകാരെ കൈയടിക്കുകയാണ്. ഇതിലെല്ലാം പോലീസുകാരിരിക്കുന്നല്ലേ. ഈ അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ടാണ് ഈ പോലീസുകാർ മുഴുവൻ അവിടെ ഇരുന്ന് കൈയടിക്കുകയാണ്. ഇത് കേട്ടിട്ടുണ്ട്. അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഞാൻ ഇപ്പറയേക്കളയും അത് ആ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മുകളിൽ പിന്നെ DGP റാങ്കിലുള്ള ഒരാളെ കൊണ്ട് വേണം അന്വേഷണം. അതപ്പോൾ ആരെയാന്ന് പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ചൂണ്ടിക്കാണിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നടന്നിട്ട് അത്രയും പഞ്ച് ഡയലോഗൊക്കെ കീച്ചെന്ന് കേട്ടു. അപ്പൊ ഞാൻ എല്ലാവരും നോക്കിയിരിക്കുകയാണ് ഇപ്പൊ തന്നെ. പക്ഷേ എനിക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. കാരണം അജിത് കുമാർ അല്ല ഇതിന്റെ പുറകിലുള്ള ഇതിന്റെ കാരണം. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വിരളി കൊണ്ടുവന്ന് മുഖ്യമന്ത്രിക്കെതിരെയാണ്. അത് തന്നെയാണ്. ഇത് ശ്രീ അൻവർ തന്നെ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഇപ്പൊ ശ്രീ അൻവർ ഇപ്പൊ അജിത് കുമാറിനെതിരെ വേറൊരു ആരോപണം പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 10 സെന്റ് വസ്തു വാങ്ങിച്ചെന്നും അയാൾക്ക് 10 സെന്റ് വസ്തു വാങ്ങിച്ചൂടെ? അയാൾക്ക് അതിനുള്ള വരുമാന മാർഗം ഉണ്ടെങ്കിൽ 10 സെന്റ് വസ്തു വാങ്ങിക്കാം. പിന്നെ അത് ഈ വീട് കൊട്ടാരം പോലുള്ള വീട് വെക്കുന്നത്, അയാൾ വീട് വെക്കുന്നെങ്കിൽ വീട് വെക്കുന്നതിന് അയാളെ എന്താ പറയാൻ പറ്റും? അയാളുടെ സ്വന്തം പണം ഉപയോഗിച്ചാണെങ്കിൽ അയാൾക്ക് വീട് വെക്കാം. അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ട് അയാൾക്ക് വീട് വെക്കാൻ പാടില്ലെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. പിന്നെ അതിനകത്ത് ആകെയുള്ള കാര്യം നോൺ സോഴ്സസ് ഓഫ് ഇൻകം, അതിന്റെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അസറ്റ് അയാൾക്കുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കാം. PC ആക്ട് അനുസരിച്ച് അത് ചെയ്യാം. അതല്ലാതെ വേറെ എന്ത് ചെയ്യാം? PC ആക്ട് അനുസരിച്ച് കേസെടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ. അതുകൊണ്ടല്ലാതെ ഇതിന് ഇങ്ങനെയുള്ള അന്വേഷണമൊന്നും അതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് എന്തോ അന്വേഷണം?
ഇതിനകത്ത് അന്വേഷിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ PC ആക്ട് അനുസരിച്ച് ഉള്ള നടപടിയായി എടുക്കാൻ ഒക്കുള്ളൂ. ഒരു ആരോപണം മാത്രമേ ഉള്ളൂ. അത് ഇത്രയും വർഷങ്ങളായിട്ട് സർവീസ് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഇന്ന് വരെ സമ്പാദിച്ചേക്കുന്ന എല്ലാം കൂടെ സ്വരുക്കൂട്ടി അയാൾക്ക് ഒരു വീട് വെക്കാൻ പാടില്ലേ? അത് ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ല. ബാക്കി കൊലക്കേസിനകത്ത് ഏതാണ്ട് സ്ഥാനമുണ്ടെന്നും അങ്ങനെ ഉണ്ടെന്നും ഇങ്ങനെ ഉണ്ടെന്നും ഒക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അതൊക്കെ കേട്ടുകേഴ്വിയാണ്, ഹിയർസയാണ്. അതിനൊന്നും എവിഡൻഷറി വാല്യുള്ള കാര്യമല്ല. പക്ഷേ ശശിയെക്കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ നോക്കേണ്ടത് തന്നെയാണ്. CPM പരിഗണിക്കേണ്ടതും കൺസിഡർ ചെയ്യേണ്ട കാര്യവുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേറൊന്ന് കാരണം, നമ്മുടെ ശ്രീ സുരേഷ് ഗോപിയെ സഹായിക്കാനായിട്ട് കയറി അവിടെ പൂരം കലക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ADGPയുടെ പേരിൽ എങ്ങനെ പറയാൻ പറ്റും? ADGP അവിടെ പൂരം കലക്കാനൊന്നും അവിടെ പോയിട്ടില്ല. അവിടെ പൂരം കലക്കിയെന്ന് പറയുന്ന ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് നടത്തി. അതിനെ വേറെ കുറെ ശ്രീ സുനിൽകുമാർ അതിനെക്കുറിച്ച് ഇപ്പോൾ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുണ്ട് കേട്ടോ. കാരണം 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു മുഖ്യമന്ത്രി. അതിനും അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് ഇന്നുവരെ വെളിയിൽ കണ്ടിട്ടില്ല. അതോ അതിന് റിപ്പോർട്ട് വന്നിട്ടില്ലേ? ആർക്കറിയാൻ പറ്റും? ഇത് ഒരാവശ്യമില്ലാതെ പൂരം കലക്കിയതാണ്, അതിന് സംശയമൊന്നുമില്ല. കാരണം ഇത് അറിയാൻ വയ്യാതൊന്നുമല്ല, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. കാരണം അത് കാൽക്കുലേറ്റഡ് ആണ്. കാരണം ഒരു കാരണവുമില്ലാതെ അവിടെ പൂരപ്പറമ്പിലേക്ക് ആളുകളെ പ്രവേശിക്കുന്ന വഴി ഇത് അവരെ തടയുക, അവിടെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുക, ലൈറ്റ് ഓഫ് ചെയ്യിപ്പിക്കുക, പിന്നെ അതുകൂടാതെ പിന്നെ വെടിക്കെട്ട് നിർത്തിവെപ്പിക്കുക, മേളം പോലും നിർത്തിക്കുക. ഇത് എന്ന് പറയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ അയാളുടെ തലയ്ക്ക് സുഖമില്ലാത്തവനായിരിക്കും, അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളെ IPS കൊടുത്താൽ ഇരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ പുറയിൽ അതുപോലുള്ള നിർദ്ദേശം ഉണ്ട്. അപ്പൊ അത് ശ്രീ സുനിൽകുമാറിന് ദോഷം ചെയ്തു എന്നുള്ളത് വളരെ സത്യമാണ്. കാര്യം സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ വന്ന് പൂരം കലക്കി എന്നുള്ള ഒരു കാഴ്ചപ്പാടങ്ങ് എടുപ്പിച്ചു. അവിടെ വന്നു സമയത്ത് തന്നെ നമ്മുടെ MP അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് സുനിൽകുമാർ രാവിലെ മുതൽ അവിടെ ഉണ്ട്, പൂരത്തിനുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ആ പറമ്പിൽ ഈ സമയത്ത് ഇത് അറിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു ആംബുലൻസ് വന്നെന്നാണ് ഇപ്പൊ വാർത്ത. ആംബുലൻസിനകത്ത് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ പാടുള്ളതല്ല ഒരാൾക്ക്. അല്ലെങ്കിൽ അദ്ദേഹം വല്ല കിടപ്പങ്ങണമാവണം, ആശുപത്രിയിൽ നിന്ന് വരണം. ഇതൊന്നും അല്ലല്ലോ. ഇത് ആംബുലൻസിനകത്ത് ഈ ബാരിക്കേഡൊക്കെ കടന്ന് അവിടെ ചെല്ലണമെങ്കിൽ ആംബുലൻസ് വേണം. അപ്പൊ ആംബുലൻസിനകത്താണ് അവിടെ ചെന്നേക്കുന്നത് പറഞ്ഞു. അത് ഗുരുതരമായ ഒരു ആരോപണമാണ് ശ്രീ സുനിൽകുമാർ പറഞ്ഞേക്കുന്നത്. അതിനെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ ശ്രീ സുരേഷ് ഗോപി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറയിൽ എന്തോ കാര്യമുണ്ട്, ആംബുലൻസിൽ അവിടെ ചെല്ലണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നാണ്. ഇത് കാൽക്കുലേറ്റഡ് ആണോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പോൾ സർക്കാരിന് ഈ പ്രശ്നം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അത് മുഴുവൻ റെഡിയാക്കി ഈ കലക്കാനുള്ള പണിയെല്ലാം ചെയ്തു കൊടുത്തത് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് അത് പൂരം കലക്കി അത് നശിപ്പിച്ചു കേട്ടോ. അതിനൊരു വലിയ പ്രതിച്ഛായയുടെ ഒരു പ്രശ്നം അവിടെ ശ്രീ സുനിൽകുമാറിന് സംഭവിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. സുനിൽകുമാർ വളരെ ക്ലീൻ ഇമേജ് ഉള്ള നല്ലൊരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് അവിടെ മങ്ങലേൽക്കാനുണ്ടായ ഒരു സംഭവത്തിൽ ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. അതുവരെ അദ്ദേഹം സ്കോർ ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ അവിടെ. കാര്യം അത് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പൂരം കലക്കുക എന്ന് പറഞ്ഞാൽ, ഈ പൂരം എന്ന് പറയുന്ന അവിടെ തൃശ്ശൂർക്കാരുടെ ഒരു വലിയ വികാരമാണ്. അതിനകത്ത് ഇത്രയും നാശമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വം അല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ ഒക്കത്തില്ല. പക്ഷേ അതിൻ്റെ വിരലൊന്നും യഥാർത്ഥത്തിൽ അജിത് കുമാറിലേക്ക് ചൂണ്ടാനുള്ള ഒരു എവിഡൻസും ഇല്ല, ഒരു തെളിവുമില്ല. ചുമ്മാ ഒരാളെ ക്രൂശിക്കാൻ പറ്റുമോ? അപ്പൊ ഇന്നലെ ഈ 5 ഡയലോഗൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് കേട്ടോ. ഞാനിത് പിന്നെ ശ്രദ്ധിക്കാനേ പോയില്ല. രാത്രി ഇവിടെ മാധ്യമങ്ങളിൽ ചർച്ച വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാൻ പോകത്തില്ല, ഒന്നും ചെയ്തിട്ടില്ലെന്നറിയാം. ഇന്ന് രാവിലെ എണ്ണിട്ട് നോക്കിയപ്പോൾ വാർത്തയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അന്വേഷിക്കാൻ കേട്ടോ, എന്തും അന്വേഷിക്കാനാന്ന് എനിക്കറിയില്ല. ഇതിൽ അന്വേഷണം നടത്താൻ ഒരു കമ്മിറ്റിയെ, ആ കമ്മിറ്റി വെച്ചത് ശശിയാണ്, ഇതിലുള്ള ആളുകളെ തീരുമാനിച്ചേക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്, ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊന്നും മനസ്സിലാക്കണ്ടേ. ഇത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയെന്ന് ശ്രീ പിണറായി വിജയൻ തിരിച്ചറിയണം. നിങ്ങൾക്ക് ലോക്സഭാ ഇലക്ഷന് കിട്ടിയില്ലേ, ആ അടിയൊന്നുമല്ല ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ദ ഹയർ യു ഗോ ദ ഹാർഡർ യു ഫോൾ എന്നുള്ള അതൊന്ന് മനസ്സിലാക്കണം. എത്ര ഉയരത്തിലേക്ക് നിങ്ങൾ പോന്നോ അത്രയും പതനത്തിന് അത്രത്തോളം ആഘാതം കൂടും എന്നുള്ളതൊന്നും തിരിച്ചറിയണം. അങ്ങനെ വരും, ഇത് പ്രശ്നമാകും.
ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ശശിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉദ്ദേശമാണ് എന്ന് ശ്രീ പിണറായി വിജയൻ ബഹുമാനീയനായ മുഖ്യമന്ത്രി ഒന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ഉദ്ദേശമാണ്. ഇതിനി ആ ഉദ്ദേശത്തിന്റെ പുറകിലുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ മരുമകൻ മന്ത്രി ഇത് ഇരുന്നുകൊണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞു. ഈ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. ഈ ചാക്ക് കണക്കിന് ഇത് നിൽക്കുന്നവന്മാർ എന്തോ ചെയ്യും? ഉപ്പ് ചാക്ക് കണക്കിനെ കഴിച്ചിട്ടിരിക്കുന്നവരാണ് ഈ പറയുന്ന വർത്തമാനം. ഇതൊക്കെ ഈ ആരെ കണ്ണി പൊടിയിടാനാണ്? എന്നിട്ട് എന്താ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചോ? ഇല്ലല്ലോ. ആരെയും പുറത്താക്കിയാലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. കാരണം അജിത് കുമാറിനെ പുറത്താക്കിയാൽ ശശിയെ പുറത്താക്കിയേ പറ്റൂ. അതിന് മുഖ്യമന്ത്രി ഒരിക്കലും തയ്യാറാവത്തില്ല. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ചെയ്തേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. അപ്പൊ അജിത് കുമാറിന് ഒരാവശ്യമില്ലാതെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. ശശിയെ പറഞ്ഞു വിടാതിരിക്കാൻ പറ്റത്തില്ല, നിവൃത്തിയില്ല. കാരണം ശശിയാണല്ലോ ഇത് ചെയ്യിപ്പിച്ചേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ശശിയുടെ ആജ്ഞകളല്ല അനുസരിക്കുകയാണ് അജിത് കുമാർ എന്നുള്ളതാണ് ആരോപണം. അപ്പൊ അജിത് കുമാറിനെ അങ്ങ് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഈ ആജ്ഞ കൊടുക്കുന്ന ആളിനെ വല്ല അവിടെ ഇരുത്താൻ പറ്റും. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതിന് മുഖ്യമന്ത്രി തയ്യാറാവത്തില്ല. കാരണം അദ്ദേഹത്തിന് ഇരിക്കുന്നത് വരെ ഇങ്ങനെയുള്ള ഒരാളിനെ തന്നെ റെഡിയാക്കി അവിടെ ഇരുത്തണം. എന്നാലേ കാര്യങ്ങൾ നടന്നു കിട്ടുള്ളൂ. ഇതാണ് കാര്യം. ഇത് എല്ലാവരും നമുക്കൊന്ന് തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ശ്രീ അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനിയും. കാരണം ഇത് നോക്കുന്നത് വേറെ കാര്യമൊന്നുമല്ല. മനസ്സിലായോ? ഇത് ഈ ശ്രീ പിണറായി വിജയനെതിരെയുള്ള അത് ശശി മൂലം ഉള്ള യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളാണ്, അല്ലാതെ വേറെ ആരെയുമല്ല. ഇതിനകത്ത് അജിത് കുമാർ ഒന്നും ചെയ്ത ഒന്നുമില്ല. അത് മനഃപൂർവ്വം പറഞ്ഞേക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ അതിനകത്ത് ബാക്കി രണ്ടുപേര്, ശ്രീ KT ജലീൽ സ്വതന്ത്ര, യഥാർത്ഥ CPM സ്വതന്ത്രനാണ്. CPM-ന്റെ അദ്ദേഹം പാർട്ടി അംഗമൊന്നുമല്ല. അതേപോലെ തന്നെ കാരാട്ട് റസാഖ്, മുൻ MLA ആയിട്ടിരുന്ന കാരാട്ട് റസാഖും CPM അനുഭാവിയാണ്, പാർട്ടി അംഗമൊന്നുമല്ല. കാരാട്ട് റസാഖിന്റെ പ്രസ്താവന കണ്ടു. പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഞാൻ, അതുപോലെ ശ്രീ ജലീൽ, അൻവർ, ഞങ്ങളാരും ഈ CPM-ന്റെ മണ്ഡലം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന് ഞങ്ങളെ മത്സരിപ്പിച്ച് ഞങ്ങൾ ജയിച്ചൊന്നുമല്ല. ഞങ്ങൾ സ്വന്തമായിട്ട് വെട്ടിപ്പിടിച്ചതാണത്. UDF-ന്റെ മണ്ഡലം ഞങ്ങൾ വെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരാണ്. അതിന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് തന്നിട്ടൊന്നുമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നു. അതറിയണമെങ്കിൽ അത് ശ്രീ അൻവറിന്റെ അനുവാദത്തോടു കൂടിയും അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടിയും അല്ലാതിരിക്കാൻ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. എന്തോ അത് കാര്യമുണ്ട്, പ്രശ്നമുണ്ട്. ശ്രീ ശശിയുടെ കയ്യിൽ നിന്നുള്ള, ശശിയുടെ കയ്യിൽ നിന്നുള്ള ഈ പെരുമാറ്റം ഇവർക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒന്ന് വന്നിട്ടുണ്ട്. പാർട്ടി അണികളിൽ തന്നെ അതിൽ കടുത്ത ഭിന്നതയുള്ളതായിട്ട്, എതിർപ്പുള്ളതായിട്ടും അറിയുന്നു. രാഷ്ട്രീയം എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല.